വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകളെ നേരിടാൻ കരുക്കൾ നീക്കി കോൺഗ്രസ് പാർട്ടി. ഇന്ന് സർദാർ വല്ലഭായ് പട്ടേൽ സ്മാരകത്തിൽ വെച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി, മല്ലികാർജുൻ ഖാർഗെ ഉൾപ്പെടെ കോൺഗ്രസിന്റെ ഉന്നത നേതാക്കൾ എല്ലാവരും തന്നെ ഒത്തുചേർന്നുകൊണ്ട് ഇന്നൊരു യോഗം ചേർന്നു എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കായുള്ള പാർട്ടിയുടെ രൂപരേഖ തയ്യാറാക്കുന്നതിനും അതുപോലെ തന്നെ ജില്ലാ യൂണിറ്റുകൾക്ക് കൂടുതൽ അധികാരങ്ങൾ നൽകുന്നത് ഉൾപ്പെടെയുള്ള സംഘടനാ പരിഷ്കാരങ്ങൾക്കായുള്ള ചർച്ചകളാണ് നടത്തിയതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നതും. ഏകദേശം 170 പേരാണ് യോഗത്തിൽ പങ്കെടുത്തതും. പാർട്ടിയുടെ ഭാവി രൂപരേഖ, പ്രധാന ദേശീയ പ്രശ്നങ്ങൾ, സംഘടനാ ശക്തിപ്പെടുത്തൽ, വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകൾക്കായിട്ടുള്ള തയ്യാറെടുപ്പുകൾ എന്നിവയെക്കുറിച്ചുള്ള പാർട്ടിയുടെ പരമോന്നത തീരുമാനമെടുക്കൽ സമിതി യോഗത്തിൽ ചർച്ച ചെയ്തുവെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതിന്റെ പിന്നിലെ ലക്ഷ്യം BJPയെ പൂട്ടുക എന്നത് മാത്രമാണ്. അതുപോലെ തന്നെ പ്രധാനമന്ത്രി കുപ്പായം സ്വപ്നം കാണുന്ന രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയാണ് അമ്മ സോണിയ ഉൾപ്പെടെ കിണഞ്ഞു പരിശ്രമിക്കുന്നതും. കോൺഗ്രസ് പാർട്ടിക്ക് പ്രതികൂലമായിട്ടാണ് ഇപ്പോൾ വഖഫ് ഭേദഗതി നിയമം പോലും വന്നിരിക്കുന്നതും. വഖഫ് ബില്ലിലൂടെ കുറച്ചധികം മുസ്ലിം വോട്ടുകൾ സ്വപ്നം കണ്ട പാർട്ടിക്ക് വമ്പൻ തിരിച്ചടിയാണ് ഈ നാളുകളിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നതും. വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു വഖഫ് ബില്ലിന്മേൽ കോൺഗ്രസ് ശക്തമായി എതിർത്ത് രംഗത്ത് വന്നതും. എന്നാൽ അവസാന അടവും പാളിയതോടെ തന്നെ ഇനി എന്താണ് ചെയ്യേണ്ടതെന്നും അടവും നയവും മാറ്റിപ്പിടിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി നടത്തുന്നതും. എന്നാൽ രാഹുൽ ഗാന്ധി ഓരോ നിമിഷവും ഇന്ത്യയുടെ പതനത്തിനായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്നത് വ്യക്തമായ ഒരു സത്യമാണ്. അതാണ് രാഹുൽ ഗാന്ധിയുടെ ഓരോ വാക്കിലും ഇപ്പോൾ പ്രകടമാകുന്നതും. അതേസമയം വിപുലമായ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി യോഗത്തിൽ AICC സമ്മേളനത്തിന് മുന്നോടിയായി തന്നെ കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെ, മുൻ പാർട്ടി മേധാവികളായ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, മുതിർന്ന നേതാക്കൾ, അതുപോലെ സ്ഥിരം അംഗങ്ങൾ, പ്രത്യേക ക്ഷണിതാക്കൾ, പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാർ, കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാക്കൾ, കൗൺസിൽ നേതാക്കൾ, കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മിറ്റി അംഗങ്ങൾ, കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ഓഫീസിലെ ഭാരവാഹികൾ, മുൻ മുഖ്യമന്ത്രിമാർ, ഉപമുഖ്യമന്ത്രിമാർ എല്ലാവരും പങ്കെടുത്തതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. അതേസമയം 1885 രൂപീകൃതമായതിനു ശേഷം തന്നെ അഹമ്മദാബാദിൽ നടക്കുന്ന കോൺഗ്രസിന്റെ 3ാമത്തെ സമ്മേളനമാണിത്. സമ്മേളനത്തിൽ പാസാക്കേണ്ട പ്രമേയങ്ങളെക്കുറിച്ച് CWC ചർച്ച ചെയ്യുമെന്നും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികൾക്ക് കൂടുതൽ അധികാരങ്ങൾ നൽകുന്നതിനായുള്ള തീരുമാനം യോഗത്തിൽ എടുക്കുമെന്നും വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. സംഘടനാ പുനരുജ്ജീവനവുമായി ബന്ധപ്പെട്ട് നിരവധി നടപടികളെക്കുറിച്ച് തീരുമാനമെടുക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. സമീപകാലത്ത് നിരവധി യോഗങ്ങളിൽ പാർട്ടി മേധാവി ഇത് സൂചിപ്പിച്ചിരുന്നു. കോൺഗ്രസ് നേതാക്കളായ KC വേണുഗോപാൽ, കമൽനാഥ്, ഭൂപേഷ് ബാഗേൽ, മുകുൾ വാസ്നിക്, അജയ് മാക്കാൻ, അതുപോലെ ആകാശ് ഗെഹ്ലോട്ട്, ജയറാം രമേശ്, രൺദീപ് സുർജേവാല, പാർട്ടി മുഖ്യമന്ത്രിമാരായ സിദ്ധരാമയ്യ, ഡെപ്യൂട്ടി DK ശിവകുമാർ, അതുപോലെ രേവന്ത് റെഡ്ഡി, സുഖ്വീന്ദർ സിംഗ് സുഗു, ഉപമുഖ്യമന്ത്രി മുകേഷ് അഗ്നിഹോത്രി എന്നിവർ യോഗത്തിൽ പങ്കുചേർന്നിട്ടുണ്ട്. ഗുജറാത്ത് കോൺഗ്രസ് മേധാവി ശക്തി സിംഗ് ഗോഹെയിൽ ഉൾപ്പെടെയുള്ള PCC അധ്യക്ഷന്മാർ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ഖാർഗെയും രാഹുൽ ഗാന്ധിയും ഡൽഹിയിലെ DCC മേധാവികളുമായി കൂടിക്കാഴ്ച നടത്തി അവരുടെ അഭിപ്രായങ്ങൾ തേടിയതിന് തൊട്ടു പിന്നാലെയാണിപ്പോൾ CWC യോഗം നടന്നിരിക്കുന്നതും. ഈ വർഷവും അടുത്ത വർഷവും നടക്കാനിരിക്കുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പുകൾക്കുള്ള തന്ത്രത്തിന് പാർട്ടി ചർച്ച ചെയ്യുകയും അന്തിമ രൂപം നൽകുകയും ചെയ്തിരിക്കുകയാണ്. നായ്പത്, സങ്കൽപ്, സമർപ്പൺ ഔർ സംഘർഷ് എന്ന പ്രമേയത്തിലാണ് അഹമ്മദാബാദ് സമ്മേളനം നടക്കുന്നതെന്നും പഴയ പാർട്ടി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഏപ്രിൽ 9 സബർമതി ആശ്രമത്തിലും കോൺസ്റ്റാബ് ആശ്രമത്തിനും ഇടയിലുള്ള സമർമതി നദിയുടെ തീരത്ത് നടക്കുന്ന പ്രധാന സമ്മേളനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടതും സഹകരിച്ചതുമായ 1700-ലധികം AICC അംഗങ്ങൾ പങ്കെടുക്കുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, വരുന്ന ബുധനാഴ്ച നടക്കുന്ന AICC സമ്മേളനത്തിൽ പാസ്സാകുമെന്ന് പ്രതീക്ഷിക്കുന്ന പ്രമേയത്തിന് CWC അന്തിമ രൂപം നൽകിയേക്കും. അതുപോലെ സമ്മേളനത്തിനായി കോൺഗ്രസ് ഉന്നത നേതാക്കളുടെ ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ചു കഴിഞ്ഞു. ഇത് പ്രമേയത്തിന് രൂപം നൽകിയിട്ടുണ്ട്. ഈ വർഷം മഹാത്മാഗാന്ധിയുടെ പാർട്ടി അധ്യക്ഷ സ്ഥാനത്തിന്റെ 100ാം വാർഷികവും ഗുജറാത്തിൽ ജനിച്ച പ്രഗത്ഭരായ പട്ടേലിന്റെ 150ാം ജന്മവാർഷികവുമാണ്. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് അവർ ഈ സമ്മേളനം നടത്തുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.